പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 സൈക്കോളജിയുടെ മലയാളം മീഡിയത്തിലുള്ള 5ാമത്തെ ചാപ്റ്റർ പെർസെപ്ഷൻ ആൻഡ് അറ്റൻഷൻ എന്നുള്ള അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നതാണ്, പെർസെപ്ഷൻ എന്ന് പറയുന്ന അവബോധം എന്നുള്ള അർത്ഥവുമാണ്. അതിനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് NISന്റെ SSLC +2 അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ കേരളത്തിന്റെ 14 ജില്ലകളിലും നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ വർക്കുകൾ, ക്ലാസുകൾ, ഗൈഡുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, അസൈൻമെന്റ് ആൻഡ് പ്രാക്ടിക്കൽ സോൾവിംഗ് റെക്കോർഡുകൾ എല്ലാം വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് അറ്റൻഷൻ? എന്താണ് ശ്രദ്ധ എന്ന് പറയുന്നത്? ഒരു പ്രചോദനത്തിന് പ്രത്യേകത കൊടുക്കുന്നതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഒരു ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ആ ക്ലാസ്സിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് അവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്, ക്ലാസിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഒരു TV ഇട്ടുമ്പോൾ ആ TVയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ TV-യാണ് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഒരു ഉദ്ദീപനത്തോടോ ഒരു കൂട്ടം ഉദ്ദീപനങ്ങളോടോ പ്രത്യേക രീതിയിൽ പ്രതികരിക്കുകയാണ്. ഒരു ഉദ്ദീപനാകാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ഉദ്ദീപനങ്ങളാകാം, അതിനോട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധയാണ് അവബോധനത്തിന്റെ മുന്നോടി. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് അറ്റൻഷൻ. ശ്രദ്ധയുടെ പ്രവർത്തനങ്ങൾ എഴുതുക. അതിൽ ഒന്ന് പറയുന്നത് അലർട്ടിംഗ് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ജാഗ്രത വേണം എന്നുള്ളതാണ്. ഏത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിലും ശ്രദ്ധ വേണം. ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിന് ശരിയായ രീതിയിൽ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബുക്ക് വായിക്കുന്ന സമയത്ത് മൈൻഡ് വേറെ എവിടെ ആകാൻ പാടില്ല. ഗെയിം കളിക്കുന്ന മൈൻഡ് ആവാനോ, ബുക്ക് വായിക്കുമ്പോൾ TVയിലുള്ള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മൈൻഡ് പോയാൽ ആ കുട്ടിക്ക് ആ പഠനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ജാഗ്രതയോടുള്ള പ്രവർത്തനം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം, ഒരു പൂച്ച എലിമാളത്തിൽ നിന്നും എലിയെ പിടിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, പൂച്ച തന്റെ ചെവി എലിമാളത്തിലേക്ക് കൂർപ്പിച്ച് ശ്രദ്ധയോടെയാണ്. എങ്കിൽ മാത്രമേ പൂച്ചക്ക് തീരെ ചെറിയ ശബ്ദങ്ങൾ പോലും മനസ്സിലാക്കുവാനും എലിയുടെ സാന്നിധ്യം അറിയാനും പറ്റും. ഇനി രണ്ടാമത് വേണ്ടത്, അറ്റൻഷന് വേണ്ടത് സെലക്റ്റീവ് ഫങ്ഷൻസ് ആണ്. ശ്രദ്ധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് തെരഞ്ഞെടുക്കൽ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഉദ്ദീപനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒരെണ്ണത്തിനെ കൂടുതൽ ശ്രദ്ധിക്കാനും മറ്റുള്ളവയെ ശ്രദ്ധീകരിക്കാനും പറ്റുന്നത് ശ്രദ്ധ മൂലമാണ്. ഓക്കെ, ഇപ്പൊ ടീ പാർട്ടി എഫക്റ്റ്. ഇപ്പൊ നമ്മള് സാധാരണ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ബൊഫെ വിളമ്പുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ വിളമ്പുന്നുണ്ടാവും. എല്ലാത്തിലും നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോകണം, അവിടെ പോകണം, എവിടുന്ന് വാങ്ങണം എന്നുള്ളത് ആകെ കൺഫ്യൂഷനാണ്. നേരെ മറിച്ച് ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ അവിടെയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ലിമിറ്റഡ് കപ്പാസിറ്റി ചാനലാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ അളവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു സമയം ചെയ്യാൻ സാധിക്കില്ല. ഇതിനെയാണ് എന്ത് പറയുന്നത്, സീരിയൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുസ്തകം വായിക്കുക എന്ന ചില കാര്യങ്ങൾ ശീലമായി കഴിഞ്ഞാൽ ഒരു സമയം 2 പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും എന്നതാണ്. ഉദാഹരണം, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒപ്പം യാത്ര ചെയ്യുന്നവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെ ചില സമയത്തിൽ നമുക്ക് ശ്രദ്ധ രണ്ടിടത്ത് കൊടുക്കാൻ പറ്റും. വണ്ടി ഓടിക്കുന്നുണ്ട്, ഒപ്പമുള്ള വ്യക്തിയോടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ മുന്നിലേക്ക് നമ്മൾ ശ്രദ്ധ, എതിർവാഹനങ്ങൾ വരുന്നുണ്ടോ, റൂട്ട് കറക്റ്റാണ്, അവിടെ ശ്രദ്ധ ഉണ്ട്, അതിന് ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പമുള്ള ആളുകളിലേക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒപ്പമുള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും ആക്സിഡന്റ് ആണ്. ഈ ഓടിക്കുന്ന ടൈമിലാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് അയാളെ മുഖം നോക്കാതെ നമ്മൾ സംസാരിക്കുന്നു, ഇടക്കുന്ന മുഖം കാണിക്കുന്നു. ഇതൊക്കെ സാധാരണ പതിവാണ്. ഓക്കെ, അതേപോലെ തന്നെ വിജിലൻസ് ഫംഗ്ഷൻ, തുടർച്ചയായ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം കേന്ദ്രീകരിക്കുക, അതാണ് വിജിലൻസ് ഫംഗ്ഷൻസ് പറയുന്നത്.
ഒരു കാര്യം നടപ്പിലാക്കാൻ ഒരുപാട് സമയമെടുത്ത് നമ്മൾ ചെയ്യും. അതാണ് വിജിലൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ചോദ്യമാണ്, വാട്ട് ഈസ് ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ? ഫിഗർ ഗ്രൗണ്ട് അവബോധം എന്നാൽ എന്താണ്? ഏതൊരു ചിത്രം ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നതായി തോന്നുകയാണ്. അറിവുകൾ അർത്ഥപൂർണമാകുന്നതാണ് അവബോധം എന്ന് പറയുന്നത്. അവബോധ രൂപീകരണത്തിന്റെ ഒരു രൂപമാണ് ഫിഗർ ഗ്രൗണ്ട് രൂപീകരണം. ഇവിടെ സംവേദനങ്ങളെ വസ്തുക്കളോ ചിത്രങ്ങളായി തരംതിരിച്ചു കാണും. അതായത് ചിത്രമായും പ്രതലമായും കാണാൻ സാധിക്കും. ഒരു ടീച്ചർ ബ്ലാക്ക് ബോർഡ് ചോക്ക് ഉപയോഗിച്ച് എഴുതി. ഇവിടെ എഴുതിയ കാര്യങ്ങൾ ചിത്രവും ബ്ലാക്ക് ബോർഡ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുമാണ് എന്നതാണ് പറയുന്നത്. നമ്മൾ ഈ ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ ഈ എഴുത്ത് എന്താണ്? ചിത്ര പെർസെപ്ഷൻ പ്രകാരം ഇത് ചിത്രമാണ്. എന്നാൽ ഈ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പശ്ചാത്തലമാണ്, ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് പെർസെപ്ഷണൽ ഓർഗനൈസേഷൻ. പെർസെപ്ഷൻ ഓർഗനൈസേഷന്റെ നിയമങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ. അതിൽ ഒന്നാമത്താണ് ലോ ഓഫ് പ്രഗനൻസ്, ലോ ഓഫ് ഗുഡ്സ് ഫിഗർ എന്നാണ്. ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. രണ്ട് പറയുന്നത് പ്രോക്സിമിറ്റി, അടുത്തടുത്തായി കാണുന്ന വസ്തുക്കളെ ഒരൊറ്റ കൂട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കാണപ്പെടുന്ന ഉദ്ദീപനങ്ങളെ പ്രത്യേക കൂട്ടമായി കാണാനുള്ള പ്രവണതയാണ് ഈ ഉദാഹരണത്തിൽ പറയുന്നത്. ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ചിഹ്നിച്ചിത്ര കിടക്കുന്നുണ്ട്, നമുക്ക് തോന്നുന്നത് ഇങ്ങനെ അടുത്തടുത്താണ് മുട്ടി കിടക്കുന്നുണ്ടെന്നോ. അതിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് വിട്ടിട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരുപോലെ കാണപ്പെടുന്ന ഒബ്ജക്റ്റിനെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത, ഇതൊക്കെ നമ്മളിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന ക്ലോഷർ വരുന്നുണ്ട്. പൂർത്തിയാവാത്ത ഒരു ചിത്രത്തിനെ പൂർത്തിയായി കാണാനുള്ള പ്രവണതയാണ് പറയുന്നത് ക്ലോഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ വാട്ട് യു മീൻ ബൈ ഇല്യൂഷൻ? എന്താണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പ്രവർത്തനങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നതിനെയാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഫാൾസ് പെർസെപ്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഉദാഹരണം, ഇരുട്ടുള്ള സമയത്ത് മുറ്റത്തൊരു കയറ് കിടക്കുന്നത് കാണുമ്പോൾ അത് പാമ്പാണെന്ന് തോന്നും, അല്ലേ? അല്ലെങ്കിൽ വീട്ടിന്റെ പറമ്പില് വാഴ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കള്ളം വന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും, അല്ലെ? അതൊരു മനുഷ്യൻ ആരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും, അല്ലെ? അടുത്ത ചോദ്യം, വാട്ട് ഈസ് മൂൺ ഇല്യൂഷൻ? എന്താണ് മൂൺ ഇല്യൂഷൻ എന്ന്? ആകാശത്ത് കാണുന്ന ചന്ദ്രന്റെ വലിപ്പം ചക്രവാളത്തിൽ കാണുന്ന ചന്ദ്രനേക്കാൾ അപേക്ഷിച്ച് ചെറുതായി തോന്നും. ആകാശത്ത് കാണുന്നതും ചക്രവാളത്തിൽ കാണുന്നതുമായി ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഒരേ ദൂരത്തിലാണെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നു. വ്യത്യസ്ത ദൂരത്തിലും വലിപ്പത്തിലുമാണ്. ഈ വലിപ്പ സ്ഥിരതയുടെ ഒരു മിസ് ആപ്ലിക്കേഷനാണ് മൂൺ ഇല്യൂഷന്റെ വിവരണത്തെ അപ്പിയറൻസ് ഡിസ്റ്റൻസ് ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. അപരിചിതമായ ഒരു വസ്തുവിന്റെ ദൂരവ്യത്യാസങ്ങൾക്കിടയിലും അവയുടെ യഥാർത്ഥ വലിപ്പം മനസ്സിലാക്കാനുള്ള പ്രവണതയാണ് വലിപ്പ സ്ഥിരത എന്നത്. പിന്നെ വരുന്ന റീസൺ ആണ്, കാരണങ്ങൾ. ചന്ദ്രൻ ആകാശത്തുള്ളപ്പോൾ അതുമായി വലിപ്പ വ്യത്യാസം നോക്കാൻ മറ്റ് ബിംബങ്ങളും ഒന്നും ആകാശത്തില്ല. എന്നാൽ ചക്രവാളത്തിൽ ചന്ദ്രനെ കാണുമ്പോൾ ചില ബിംബങ്ങൾ പുറകിലായിട്ടാണ് ചന്ദ്രനെ കാണുന്നത്. അപ്പൊ ചന്ദ്രൻ ഒരുപാട് ദൂരത്ത് ഉള്ളതായി നമുക്ക് തോന്നും. സൈസ് കോൺസ്റ്റൻസി വെച്ച് ദൂരത്തിൽ ഉള്ള ഒരു വസ്തുവിന്റെ വലിപ്പം യഥാർത്ഥത്തിൽ വലുതാണ്. അതുകൊണ്ട് ചക്രവാളത്തിൽ ഉള്ള ചന്ദ്രന് ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രനേക്കാൾ വലിപ്പം ഉള്ളതായി തോന്നും. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് ആർ ദ ടു മെയിൻ നോൺ വിഷ്വൽ ക്യൂസ്? എക്സ്പ്ലെയിൻ. ഏതാണ് രണ്ട് പ്രധാനപ്പെട്ട നോൺ വിഷ്വൽ ക്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? അതിൽ പറയുന്നത് അക്കോമഡേഷനും കൺവെർജൻസുമാണ് പ്രധാന നോൺ വിഷ്വൽ ക്യൂസ്. റെറ്റിനൽ ഇമേജിൽ നിന്നും പുറപ്പെടുവിക്കുന്നതിനെയാണ് ഇവയെ നോൺ വിഷ്വൽ ക്യൂസ് എന്ന് പറയുന്നത്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാല് കണ്ണിലെ ലെൻസിന്റെ സഹായത്തോടെ ബാഹ്യ വസ്തുക്കളുടെ ചിത്രം റെറ്റിനയിൽ ക്രോഡീകരിക്കുന്നതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സീലിയറി മസിൽസ് ആണ് ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി മസിൽസ് വികസിക്കുകയും അടുത്തുള്ളവയെ കാണുമ്പോൾ അത് ചുരുങ്ങുകയും ചെയ്യുന്നു. പിന്നെ കൺവെർജൻസ് ആണ്. ഒരു കാര്യം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ കണ്ണുകൾ ചുരുക്കി ഒരു വസ്തുവിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അടുത്തുള്ള ഒരു വസ്തുവിനെ കാണാൻ കൺവെർജൻസ് കൂടുതലായിരിക്കും, അതുപോലെ ദൂരെയുള്ള വസ്തുവിനെ കാണാൻ കൺവെർജൻസ് കുറവായിരിക്കും.
ഇനി അടുത്തത് വിച്ച് ആർ ദ 3 സെറ്റ് ഓഫ് ക്യൂസ് അവൈലബിൾ. 3 ക്യൂസ് ഏതല്ല, 3 സൂചനകൾ ഏതൊക്കെ? ഒന്ന് നോൺ വിഷ്വൽ ക്യൂസ്, 2 ബൈനോക്കുലർ ക്യൂസ്, 3 മോണോക്കുലർ ക്യൂസ്. അടുത്ത ചോദ്യം, ഹൗ ഡു വി പെർസീവ് ഡിസ്റ്റൻസ് ആൻഡ് ഡെപ്ത്. എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസിനെയും ഡെപ്തിനെയും മനസ്സിലാക്കുന്നത്? ഈ പറഞ്ഞ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ബൈനോക്കുലർ ക്യൂസ്. ബൈനോക്കുലർ ക്യൂസ് എന്താണ്? 2 കണ്ണുകളും ബേസ് ചെയ്തുള്ള ഡെപ്ത് ക്യൂസ് ആണ് ബൈനോക്കുലർ ക്യൂസ്. അതിൽ ഡബിൾ ഇമേജ് വരുന്നുണ്ട്. ഒരു വസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകൾ കേന്ദ്രീകരിച്ചാൽ 2 കണ്ണുകളിൽ നിന്നുമുള്ള ചിത്രത്തിന്റെ ഫ്യൂഷൻ മൂലം ഒരൊറ്റ ചിത്രമായിട്ട് നമുക്ക് ആ വസ്തുവിനെ കാണാൻ കഴിയും. ആ ഫിക്സേഷൻ പോയിന്റ് ചുറ്റുമുള്ള വസ്തുവിനെ നോൺ കറസ്പോണ്ടിങ് പോയിന്റിൽ വരികയും അങ്ങനെ ഒരു ചിത്രത്തിനെ തന്നെ ഇരട്ടിയായി കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതേപോലെ ബൈനോക്കുലർ ഡിസ്പാരിറ്റി, ഫിക്സേഷൻ പോയിന്റിന്റെ അടുത്തോ ദൂരെയോ ഉള്ള വസ്തുക്കൾ അവയുടെ റെറ്റിനൽ ഇമേജിനെ നോൺ കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഫിക്സേഷൻ പോയിന്റിൽ നിന്ന് വസ്തുവിന്റെ ദൂരം കൂടുന്നതിനനുസരിച്ച് ഡിസ്പാരിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ മോണോക്കുലർ ക്യൂസ്. മോണോക്കുലർ ക്യൂസ് എന്നാണ് ഇരു കണ്ണിനെ ബേസ് ചെയ്തുള്ള ഡെപ്ത് ക്യൂസ് ആണ് മോണോക്കുലർ ക്യൂസ്. ഇതിനെ പിക്ചോറിയൽ ഡെപ്ത് ക്യൂസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് ഇന്റർപൊസിഷൻ. ഒരു വസ്തു മറ്റൊന്നിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന ആ വസ്തു നമ്മുടെ അടുത്തുള്ളതായിട്ടാണ്. ഉദാഹരണം, ഒരു പേന മൊബൈലിനെ ബ്ലോക്ക് ചെയ്യുന്നു. പേന കൂടുതൽ അടുത്തുള്ളതായി തോന്നുന്നു. പിന്നെ ടെക്സ്ചർ ഗ്രേഡിയന്റ്, അടുത്തുള്ള പ്രതലം പരിപരുത്തതും ദൂരെയുള്ള പ്രതലം മിനുസമുള്ളതായി തോന്നുന്നു. പുൽമേടുകൾ നമ്മൾ പറയുന്നത്. പിന്നെ ലീനിയർ പെർസ്പെക്റ്റീവ്, പാരലായിട്ടുള്ള 2 ലൈനുകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നതാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. റെയിൽവേ ക്രോസിംഗ്. പിന്നെ ലൈറ്റ് ആൻഡ് ഷാഡോ, ഒരു വസ്തുവിന്റെ നിഴൽ വെച്ച് അവ അടുത്താണോ ദൂരെയാണോ എന്ന് മനസ്സിലാക്കുക. അതാണ് ലൈറ്റ് ആൻഡ് ഷാഡോ. പിന്നെ ഫെമിലിയർ സൈസ്, ഒരു വസ്തുവിന്റെ യഥാർത്ഥ വലുപ്പം നമുക്കറിയാമെങ്കിൽ ആ വസ്തുവിനെ ചെറുതായി കണ്ടാൽ അത് നമ്മളിൽ നിന്ന് ദൂരെയുള്ളതായി മനസ്സിലാക്കണം. പിന്നെ ഏരിയൽ പെർസ്പെക്റ്റീവ്, അടുത്തടുത്തുള്ള വസ്തുക്കൾ കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. അടുത്ത ചോദ്യമാണ് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ. അവബോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഒന്ന് കണ്ടസ്റ്റ് ആൻഡ് സെറ്റ് ഇഫക്റ്റ്, 2 നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ, 3 സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അടുത്ത ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്താണ്? ഭൗതികപരമായ ഉത്തേജനം ഒന്നുമില്ലാതെ തന്നെ ഒരു കാര്യത്തെ മനസ്സിലാക്കുക, അതാണ് ESP എന്ന് പറയുന്നത്. ലാസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ച് വിവരിക്കാനാണ്. ടെലപതി, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഭൗതിക സഹായങ്ങൾ ഇല്ലാതെ തന്നെ വിവരങ്ങൾ പകരുക, അതാണ് ടെലപതി എന്ന് പറയുന്നത്. പിന്നെ ക്ലയർവോയൻസ്, അതീന്ദ്രിയ അവബോധം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഇടപെടലില്ലാതെ തന്നെ വസ്തുവിനെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും മനസ്സിലാക്കും. പിന്നെ ടെലിഗ്നൈസിസ്, ഒരു വസ്തുവിനെ സ്പർശിക്കാതെ തന്നെ അതിനെ നിയന്ത്രിക്കുക. 4ാമത്തെ ടെലിപോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനചലനം ചെയ്യാതെ തന്നെ എത്തിച്ചേരും. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.